കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ പേരെ പ്രതി ചേർത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് വിജിലൻസ്. നഗരസഭയിലെ വിവിധ കാലങ്ങളിൽ ഉദ്യോഗസ്ഥരായിരുന്ന 16 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. സെക്രട്ടറി അടക്കം തട്ടിപ്പ് നടന്ന കാലയളവിൽ ജോലി ചെയ്തവരാണ് പ്രതിയായിട്ടുള്ളത്. 2020 മുതൽക്ക് 2024 വരെയുള്ള കാലയളവിൽ 2,40,00,000 രൂപയാണ് പ്രതി അഖിൽ സി വർഗീസ് വ്യാജ പെൻഷൻ രേഖകൾ ഉണ്ടാക്കി തട്ടിയിരിക്കുന്നത്. അഖിൽ കെ വിവരങ്ങൾ നൽകും. അഖിൽ, ഇത് വലിയ തട്ടിപ്പാണല്ലോ, ഈ പെൻഷൻ തട്ടിപ്പ്. അപ്പോൾ എത്ര പേരെ പ്രതി ചേർത്തിരിക്കുന്നു? എന്താണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്? സ്മൃതി, ആദ്യഘട്ടത്തിൽ ഇതിൽ അഖിൽ സി വർഗീസ് മാത്രമായിരുന്നു കേസിൽ പ്രതിയായിരുന്നത്. അതിലിപ്പോൾ എന്തായാലും ഒരു 16 ഉദ്യോഗസ്ഥരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിവിധ കാലങ്ങൾ, അതായത് 2020 മുതൽ 2024 തട്ടിപ്പ് നടന്ന ഈ കാലയളവിൽ വരുന്ന വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ഈ 16 പേരെ കൂടി പ്രതി ചേർത്തിരുന്നത്. അവർക്കെതിരെ ചുമത്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ കൃത്യ നിർവഹണം, അതായത് അതിൽ അവർ കൃത്യമായി കൃത്യവിലോപം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ അഖിൽ സി വർഗീസ് ഈ തട്ടിപ്പ് നടത്തുമ്പോൾ ഇതിൽ സെക്രട്ടറി ഒപ്പിടണം, ഒപ്പം തന്നെ ഇത് വെരിഫൈ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇത് അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഇത്ര വലിയൊരു കാലയളവിൽ ഇയാൾ ഈ തട്ടിപ്പ് തുടർന്നു പോയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വൈക്കത്തേക്ക് അഖിൽ സി വർഗീസ് ട്രാൻസ്ഫർ ആവുകയും അതിനുശേഷം വീണ്ടും ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചു വരുത്തി, അതായത് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൻഷന്റെ മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി അഖിൽ സി വർഗീസിന് അവിടെ വൈക്കത്ത് ജോലി ചെയ്യുന്ന കാലയളവിൽ 6 മാസത്തോളം കാലം തിരിച്ച് കോട്ടയത്തേക്ക് വിളിച്ചു വരുത്തി ഇവിടെ ഈ ജോലി ചെയ്യുകയും ആ കാലയളവിൽ ഇയാൾക്ക് തട്ടിപ്പ് നടത്താനുള്ള സൗകര്യം അതിന് അവസരം ഒരുക്കി നൽകിയെന്നും കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഈ 12 ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി വിജിലൻസ് ഈ പ്രതി ചേർക്കുകയും ഈ പ്രതി ചേർത്തുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന നിർദ്ദേശം വിജിലൻസ് നൽകിയിട്ടുണ്ട്. കാരണം നിലവിൽ ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള അഖിൽ സി വർഗീസ്, ഈ പണം തട്ടിയെടുത്തുള്ള അഖിൽ സി വർഗീസ് നിലവിൽ ഈ സ്വാഭാവിക ജാമ്യത്തിൽ വെച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ 16 പേരെ കൂടി പ്രതി ചേർത്തതിൽ എത്രയും പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കണമെന്ന നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. സ്മൃതി, ശരി, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.